ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെ പന്തളം രാജകുടുംബത്തെ അനുനയിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രമം തുടരുകയാണ്. കൊട്ടാരം പ്രതിനിധികളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. യുവതീ പ്രവേശന കാലത്തെ കേസുകൾ പിൻവലിക്കാത്താണ് പന്തളം കൊട്ടാരത്തിന്റെ അതൃപ്തിക്ക് കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പന്തളത്ത് നിന്ന് AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ അനുനയ ചർച്ചകൾക്ക് ഫലമുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് SK. എന്തായാലും അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇന്ന് 7:00 കൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് എന്തായാലും പന്തളം കൊട്ടാരത്തിൽ എത്തിയത്. ആദ്യം പന്തളം ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിനുശേഷം ഈ പന്തളം ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിൽ കുറച്ച് സമയം ചെലവഴിച്ച ശേഷം അല്പം മുമ്പാണ് അദ്ദേഹം പന്തളം കൊട്ടാരത്തിലേക്ക് പോയിട്ടുള്ളത്. അവിടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനോടകം ചർച്ച ആരംഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയിട്ടുണ്ട്. ഈ രാജകുടുംബം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അവർ ഈ SK സൂചിപ്പിച്ചതുപോലെ അന്ന് ഈ ശബരിമല പ്രക്ഷോഭ കാലത്തെടുത്ത കേസുകൾ ഉൾപ്പെടെ പിൻവലിക്കണം എന്നൊരു ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ വിശ്വാസികൾക്കൊപ്പമാണ് ആചാരലംഘനം ഉണ്ടാകുന്ന ഒരു ആവശ്യവും ദേവസ്വത്തിനോടും സർക്കാരിനോടൊക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നു ഒരു പ്രസ്താവനയിലൂടെ. അതിനപ്പുറത്തേക്ക് അവർ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ പ്രത്യക്ഷമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഒപ്പം തന്നെ 22-ന് പന്തളത്ത് നടക്കുന്ന ബദൽ സംഗമത്തിനോടും അവർ പൂർണ്ണമായൊരു പിന്തുണ അറിയിച്ചിരുന്നില്ല. ഇന്നെന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്പസമയത്തിനകം തന്നെ രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തും. സർക്കാരിൻ്റെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഔദ്യോഗികമായി പന്തളം രാജകുടുംബത്തെ ക്ഷണിക്കും. ഈ കൂടിക്കാഴ്ച നടത്തി പുറത്തേക്ക് വന്നതിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിലാണ് ഈ രാജകുടുംബം ഈ പരിപാടിയോട് പ്രതികരിച്ച ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായി ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് NSS ആസ്ഥാനത്തെത്തുന്നു, SNDP ആസ്ഥാനത്തെത്തുന്നു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ ക്ഷണിക്കുന്നു. പക്ഷേ അപ്പോൾ പോലും ഈ പന്തളത്തേക്ക് എന്തുകൊണ്ട് വരുന്നില്ല, ആ രാജകുടുംബത്തെ ക്ഷണിക്കുന്നില്ല എന്നൊരു ചോദ്യം അതുപോലെ ഇങ്ങനെ നിലനിന്നിരുന്നു. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചയാകുന്നതിനിടയിലാണ് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പന്തളത്തെത്തുന്നത്. രാജകുടുംബവുമായി കൂടിക്കാഴ്ച. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.